ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുട്ടികളെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാം. കാരുണ്യവാനായ ദൈവമേ, ലോകമെങ്ങും വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും അങ്ങേ പക്കൽ സമർപ്പിക്കുന്നു. അവരുടെ ശരീരത്തിനും മനസ്സിനും സൗഖ്യവും സന്തോഷവും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. എന്നും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് സഹനങ്ങളെ നേരിടുവാനുള്ള കൃപാവരം എല്ലാ രോഗികൾക്കും നൽകി അവരെ കാത്തു പരിപാലിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു കഥ കേട്ടു അല്ലേ? ആരുടെ കഥയെ കേട്ടെ? ജെറിയുടെയും അപ്പൂപ്പൻ്റെയൊക്കെ കഥ കേട്ടു അല്ലേ? നിങ്ങൾക്ക് കഥ കേൾക്കാൻ വളരെ ഇഷ്ടമാണെന്ന് ടീച്ചർ അറിഞ്ഞു. അതുകൊണ്ട് ടീച്ചർ ഇന്നും ഒരു കഥ പറയാൻ പോകുകയാണ് നിങ്ങളോട്. എല്ലാവർക്കും സന്തോഷമല്ലേ? ഈ കഥ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള കഥയാണ് ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വചനഭാഗങ്ങളിലെ കഥയാണ് ടീച്ചർ ഇവിടെ പറയുന്നത്. നമുക്ക് എത്ര സുവിശേഷങ്ങളുണ്ട്? 4 സുവിശേഷങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ സുവിശേഷം ഏതാണ്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. രണ്ടാമത്തെ സുവിശേഷമോ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം. മൂന്നാമത്തേത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം. നാലാമത്തേതും അവസാനത്തേതുമായത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. അപ്പം അങ്ങനെ 4 സുവിശേഷങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സുവിശേഷങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, യേശുവിൻ്റെ പീഡാസഹനം, കുരിശുമരണം, യേശുവിൻ്റെ ഉദ്ധാനം, സ്വർഗാരോഹണം എന്നിവയെല്ലാമാണ്. അപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതലുള്ള വചനഭാഗങ്ങളിലെ ഈ കഥ എന്ന് പറയുന്നത് ഒരു അന്ധയാചകന്റെ കഥയാണ്. ഈശോ കടന്നു പോകുന്നത് ജെറീക്കോയിലൂടെയാണ്. കഴിഞ്ഞ 6-ാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിച്ചു, ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോകുന്നതും സക്കേവൂസിനെ കണ്ടുമുട്ടുന്നതും ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ആ കഥ ഓർമ്മയില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും ഈശോ ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ വഴിയരികിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ഒരു അന്ധയാചകൻ യേശുവിനെ കണ്ടുമുട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 18. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസറായനായ യേശു കടന്നുപോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു അവിടെ നിന്ന് അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. അപ്പം ഈശോ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടു ഈശോയെ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു ഈശോയുടെ കൂടെ. അതുകൊണ്ടാണ് സക്കേവൂസ് എവിടെ കയറിയിരുന്നത്? സിക്കമൂർ മരത്തിൽ കയറിയിരുന്നത്. ഇവിടെയും യേശുവിൻ്റെ കൂടെ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു യേശു കടന്നു പോകുന്ന ആ വഴിയിൽ. ഈ അന്ധൻ വഴിയരികിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഇയാൾ ഈ ബഹളം കേൾക്കുകയാണ്. യേശു കടന്നു പോകുന്നതിൻ്റെ ആർപ്പ് വിളികളും ബഹളങ്ങളും കേട്ടപ്പോൾ ഈ അന്ധയാചകൻ, നമുക്കറിയാം അന്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കണ്ണ് കാണാത്ത വ്യക്തിയാണല്ലേ, അയാൾക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഇയാൾ ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടപ്പോൾ അടുത്ത് നിന്ന ആളുകളോട് ചോദിക്കുകയാണ്, എന്താണ്
ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ അവിടെ നിന്നിരുന്ന ജനക്കൂട്ടത്തിൽ ഒരാൾ ഈ അന്ധനോട് പറഞ്ഞു, യേശുവാണ് ഇതിലൂടെ കടന്നു പോകുന്നതെന്ന്. ഇതറിഞ്ഞപ്പോൾ ഈ അന്ധൻ എന്തു ചെയ്തു? ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്തെന്നാ വിളിച്ചു പറഞ്ഞത്? ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അപ്പം ഈശോ കടന്നു പോകുമ്പോൾ വലിയ ജനക്കൂട്ടം കൂടിയുള്ളത് കൊണ്ട് തന്നെ ഇയാളുടെ ശബ്ദമൊന്നും ഈശോയ്ക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ അടുത്ത് നിന്ന ആൾക്കാർ ഈ അന്ധനോട് പറഞ്ഞു, ഒച്ച ഉണ്ടാക്കരുത്, നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ അന്ധൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇയാൾ എന്ത് ചെയ്തു? വീണ്ടും ആദ്യം വിളിച്ചു പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ വീണ്ടും വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഈ ശബ്ദം യേശുവിൻ്റെ ചെവികളിലെത്തി. എന്ത്? ഈ അന്ധയാചകൻ യേശുവിനെ വിളിച്ച് കരയുന്ന ഈ ശബ്ദം യേശു കേട്ടു. യേശു ഉടനെ എന്ത് പറഞ്ഞു? അവിടെ നിന്നു. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, അയാളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ശിഷ്യന്മാര് ഇയാളെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഈശോ അയാളോട് ചോദിച്ചു, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? ഉടനെ ഇയാൾ എന്ത് പറഞ്ഞു? എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു ഉടനെ തന്നെ പറഞ്ഞു, നിനക്ക് കാഴ്ച വീണ്ടും കിട്ടിയിരിക്കുന്നു. അപ്പം ഈ ഒരു കഥയിലൂടെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഒരു അന്ധയാചകന്റെ നിലവിളിയാണല്ലേ. അപ്പം നമ്മളും നമ്മുടെ യാചനകളും യേശുവിലേക്കുള്ളതായിരിക്കണം. ഒരു പക്ഷേ ഈ അന്ധയാചകൻ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കണം യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ. അത് കേട്ടത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് യേശുവാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഉച്ചത്തിൽ യേശുവിനെ വിളിച്ച് നിലവിളിക്കാൻ സാധിച്ചത്. ഈ വചനഭാഗങ്ങളിലൂടെ ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? യേശു നൽകുന്ന സൗഖ്യമാണല്ലേ. ആളുകൾ ആ അന്ധയാചകനോട് പറയുന്നുണ്ട് നിശബ്ദനായിരിക്കാൻ, പക്ഷെ അയാൾ അതൊന്നും വകവയ്ക്കുന്നില്ല. അയാൾ വീണ്ടും കൂടുതൽ ഉച്ചത്തിൽ യേശുവിനെ വിളിക്കുകയാണ്. ഇത് യേശുവിലുള്ള ആ അന്ധന്റെ വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. നമ്മളും ഇതുപോലെ ആയിരിക്കണം. യേശുവിനെ അന്വേഷിച്ച് അറിയണം. യേശുവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കണം. യേശുവിനെ നമ്മുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ച ആ അന്ധയാചകനെ പോലെ നമ്മളും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. യേശു അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന്. ഇതുപോലെ പല സമയങ്ങളിലും യേശു നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന്. ഇവിടെ അന്ധയാചകൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കാഴ്ച വീണ്ടും കിട്ടണം. അപ്പം നമ്മുടെ ഉള്ളിലെ കുറവുകൾ, നമ്മുടെ ആവശ്യങ്ങൾ ഒക്കെ നമ്മൾ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കില്ലേ കുട്ടികളെ? ഇനി മുതൽ ഈശോയെ നമ്മുടെ സ്വന്തം കൂട്ടുകാരനായി കണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇവിടെ ഈ അന്ധയാചകൻ സൗഖ്യം ലഭിച്ചിട്ട് ഉടനെ മടങ്ങി പോവുകയല്ല. അയാൾ യേശുവിനെ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ യാത്രയാവുകയാണ്, യേശുവിനെ അനുഗമിക്കുകയാണ്. അപ്പം നമ്മുടെ ചെറിയ ജീവിതത്തിലും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് സാധിച്ച് കിട്ടിയ സന്ദർഭങ്ങളിൽ നമ്മളും ഈ അന്ധയാചകനെ പോലെ ദൈവത്തെ സ്തുതിക്കാൻ മറന്നു പോകരുത്. മറന്നു പോകുമോ? ഇല്ല അല്ലേ? നിങ്ങൾക്കിപ്പോൾ ആരെങ്കിലും ഒരു മിഠായി തരുവാണെങ്കിൽ നിങ്ങൾ അവരോട് എന്ത് പറയും? നിങ്ങൾ താങ്ക്സ് പറയും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയായിരിക്കണം നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അതേപോലെ യേശു ചെയ്തു തന്ന നമ്മുടെ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയണം, സ്തുതിക്കണം. ചെയ്യൂലേ? ഓക്കെ. യേശു രോഗികളോടും പാപികളോടും പിശാച് ബാധിതരോടുമൊക്കെ വലിയ കാരുണ്യം കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന് കുറച്ച് വചനഭാഗങ്ങൾ കൂടി ടീച്ചർ പറയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 43 വരെയുള്ള വചനഭാഗങ്ങളിൽ യേശു പിശാച് ബാധിച്ച ഒരു ബാലനെ സുഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെ കൂനുള്ള ഒരു സ്ത്രീയെ യേശു സുഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഒരു സംഭവവും നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ ഒരുപാട് അത്ഭുത പ്രവർത്തികൾ, യേശു രോഗികളെ സുഖപ്പെടുത്തിയതും മരിച്ചവരെ ഉയർപ്പിച്ചതും പിശാച് ബാധിച്ചവരെ സുഖപ്പെടുത്തിയതുമായ അനേകം സംഭവങ്ങൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്.
അതിൽ ഏതാനും ചില വചനഭാഗങ്ങൾ മാത്രമാണ് ടീച്ചർ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാക്കുന്നത് യേശുവിൻ്റെ വലിയ സ്നേഹവും കാരുണ്യവുമാണ്. ഇത് തന്നെയാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകിയത്. അനുരഞ്ജനം എന്ന പാഠത്തിൽ നിങ്ങൾ കണ്ടു അല്ലേ? യേശു പാപം മോചിക്കാനുള്ള അധികാരം ആർക്കാണ് നൽകിയത്? ശിഷ്യന്മാർക്ക്. അതുപോലെ തന്നെ യേശു രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള പ്രത്യേക അധികാരവും യേശു ശിഷ്യന്മാർക്ക് തന്നെയാണ് നൽകിയത്. യേശുവിൻ്റെ കൽപ്പന പ്രകാരം ശിഷ്യന്മാർ അനേകം രോഗികളെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ രോഗികളെ സുഖപ്പെടുത്തിയ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു തൻ്റെ അധികാരം ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. മുന്നിലെ പാഠത്തിൽ നമ്മൾ പഠിച്ചു, അനുരഞ്ജനം എന്ന കുദാശയിൽ പഠിച്ചു പാപം മോചിക്കാനുള്ള അധികാരം. രോഗിലേപനം എന്ന കുദാശയിലൂടെ നമ്മൾ പഠിച്ചു സൗഖ്യം നൽകാനുള്ള അധികാരം, അല്ലെങ്കിൽ രോഗശാന്തി വരം. ഇതെല്ലാം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. ഈ അധികാരം ശിഷ്യന്മാരിലൂടെ ഇന്നും സഭയിൽ അത് തുടരുന്നുണ്ട്. ഇന്ന് അത് തുടരുന്നത് ആരിലൂടെയാ? മെത്രാന്മാരിലൂടെ, വൈദികരിലൂടെ, ഡീക്കന്മാരിലൂടെയെല്ലാം ഇന്നും സഭയിൽ ഈ ഒരു പാരമ്പര്യം തുടരുന്നുണ്ട്. ഇതായിരുന്നു നമ്മൾ രോഗിലേപനം എന്ന പാഠം തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടു അല്ലെ? ജെറിയുടെ അപ്പൂപ്പൻ്റെ കഥയിൽ നമ്മൾ കണ്ടു വൈദികൻ വന്ന് തൈലം പൂശി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന നൽകുന്നത്. ഇത് തന്നെയാണ്, ഈ ഒരു അധികാരമാണ് ഇന്ന് സഭയിൽ തുടർന്നുകൊണ്ട് പോകുന്നത്. യേശുവിനെ പോലെ സഭയും ഇന്ന് രോഗികളോട് പ്രത്യേക കാരുണ്യവും സ്നേഹവും കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് രോഗാവസ്ഥയിലുള്ളവർക്ക് രോഗിലേപനം എന്ന കുദാശ വൈദികരാണ് പരിക്രമം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സഭയിലെ പല പ്രാർത്ഥനകളും നമ്മൾ ഈ അവസരങ്ങളിൽ നടത്താറുണ്ട്. രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാനകൾ, ദിവ്യകാരുണ്യ ആരാധന, ജപമാല പ്രാർത്ഥനകൾ, ഇതെല്ലാം നമ്മൾ വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സന്യസ്തരും നമ്മുടെ വേദനകളിൽ രോഗാവസ്ഥയിലുള്ള രോഗികളോട് കരുണ കാണിക്കുന്നുണ്ട്. വിശുദ്ധ മദർ തെരേസ, കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ കുഷ്ഠരോഗികളോട് അതീവ കാരുണ്യം കാണിച്ച വിശുദ്ധയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്നറിയപ്പെട്ടതാണ് വിശുദ്ധ മദർ തെരേസ. അതുപോലെ തന്നെ ഫാദർ ഡാമിയനും കുഷ്ഠരോഗികളോട് വളരെ കാരുണ്യവും സ്നേഹവും അവരെ ചേർത്ത് പിടിച്ച വിശുദ്ധരാണ്. ഇവർ മാത്രമല്ല, സഭയിൽ അനേകം വിശുദ്ധരുണ്ട്. രോഗികളോട് കാരുണ്യവും യേശുവിനെ പോലെ തന്നെ രോഗികളെ ചേർത്ത് പിടിച്ച അനേകം വിശുദ്ധർ സഭയിലുണ്ട്. ഇതുപോലെ തന്നെ കുട്ടികളായ നിങ്ങളും പ്രായമായവരിലും വേദന അനുഭവിക്കുന്നവരിലും കഷ്ടത അനുഭവിക്കുന്നവരിലുമൊക്കെ യേശുവിനെ പോലെ കാരുണ്യം കാണിക്കണം. ചെറുപ്പം മുതൽ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും മറ്റുള്ളവരെ സഹായിക്കുവാനുമുള്ള മനോഭാവം വളർത്തിയെടുക്കണം. അങ്ങനെ ഇനി മുതൽ വളർത്തിയെടുക്കൂലേ? ഇനി അങ്ങനെ ഇല്ലാത്ത കുട്ടികൾ ഇന്നു മുതൽ അങ്ങനെയുള്ള ശീലങ്ങൾ, സ്നേഹം, കാരുണ്യം, സഹായം, ഇവയെല്ലാം നിങ്ങൾ ശീലിക്കണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, വേദന അനുഭവിക്കുന്ന എല്ലാവരിലും യേശുവിനെ ദർശിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും അവരോട് ശുശ്രൂഷാ മനോഭാവത്തോടെ പെരുമാറുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ വേദനിക്കുന്ന രോഗികളിലും ദൈവത്തെ മാത്രം ദർശിച്ച് അവരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. താരക
രോഗീലേപനകൂദാശ സൗഖ്യം നൽകും കൂദാശ ഉത്ഥിതനാകും മിശിഹാ വഴിയായി ശക്തി ലഭിക്കും കൂദാശ രോഗീലേപനകൂദാശ പാപവിമോചനമരുളീടും ശാശ്വത ശാന്തി പകർന്നീടും പാപവിമോചനമരുളീടും ശാശ്വത ശാന്തി പകർന്നീടും സ്വർഗത്തിൽ നിന്നൊഴുകി വരും ധീരത നൽകും കൂദാശ രോഗീലേപനകൂദാശ പാപവിമോചനമരുളീടും ശാശ്വത ശാന്തി പകർന്നീടും പാപവിമോചനമരുളീടും ശാശ്വത ശാന്തി പകർന്നീടും സ്വർഗത്തിൽ നിന്നൊഴുകി വരും ധീരത നൽകും കൂദാശ രോഗീലേപനകൂദാശ രോഗീലേപനകൂദാശ സൗഖ്യം നൽകും കൂദാശ ഉത്ഥിതനാകും മിശിഹാ വഴിയായി ശക്തി ലഭിക്കും കൂദാശ രോഗീലേപനകൂദാശ താരക